ഹലോ കുട്ടീസ്, അപ്പം ഇന്ന് നമുക്ക് നല്ല അടിപൊളി ഒരു ബർഗർ ഉണ്ടാക്കിയാലോ. നല്ല ടേസ്റ്റി യമ്മി ബർഗർ. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യമായിട്ട് നല്ല എല്ലില്ലാത്ത ചിക്കൻ കഷ്ണങ്ങളും മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അതിനകത്തേക്ക് ഒരു 4-5 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു സവോള ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ഇട്ടിട്ട് നമുക്ക് വീണ്ടും നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ. ഇതുപോലെ അരച്ചെടുക്കണം. ഇനി നമുക്കൊരു ഫ്ലേവറിന് വേണ്ടി ഒറിഗാനോ, ഇത് ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് ഒറിഗാനോ ടേസ്റ്റ് ഇല്ലെങ്കിൽ ഇഷ്ടമല്ലെങ്കിൽ ഇടണ്ട കേട്ടോ. പിന്നെ മുളക് പൊടി, ഉപ്പ്, നിങ്ങൾക്ക് വേണമെങ്കിൽ കുരുമുളക് പൊടി ചേർക്കാം. പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതുപോലെ ഫ്രിഡ്ജിൽ വെച്ചേക്കുക. ഇപ്പോൾ ഫ്രിഡ്ജിൽ ഞാൻ ഒരു 6 മണിക്കൂർ വെച്ചതിന് ശേഷം വൈകുന്നേരമാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ ഉരുട്ടി നല്ല ബോളായിട്ട് എടുക്കണം. എന്നിട്ട് നമ്മളൊരു പാനിലേക്ക് ബട്ടർ ഇട്ട് ആ ബട്ടർ നന്നായിട്ടൊന്ന് മെൽറ്റായി വരുമ്പോഴത്തേക്കും നമ്മളുടെ ഈ ഉരുട്ടിയെടുത്ത പാറ്റി മിക്സ് ഉണ്ടല്ലോ, അപ്പം അത് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കണം കേട്ടോ. പരത്തിയിട്ട് വേണം നിങ്ങളിതിൽ വെക്കാൻ. എൻ്റെ ബട്ടർ നന്നായിട്ട് ചൂടായിപ്പോകൊണ്ട് എനിക്ക് പരത്താൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ രണ്ടാമത്തെ ഞാൻ കൈ കൊണ്ട് പരത്തിയിട്ടാട്ടോ പാനിലേക്ക് വെച്ച് കൊടുക്കുന്നത്. ഇനി ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് കുക്ക് ചെയ്തെടുക്കുക. ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ റെഡിയായി കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ പാറ്റി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് തന്നെ കുക്ക് ചെയ്തെടുക്കാനായിട്ട് നോക്കുക. അപ്പോഴാണ് അതിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടത്തുള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാറ്റിയാണ്. നിങ്ങൾക്ക് ഇഞ്ചി ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇഞ്ചിയുടെ ഒരു ഫ്ലേവർ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ വെളുത്തുള്ളി മാത്രം ചേർത്താൽ മതിയേ. അപ്പോൾ ഞാൻ നമ്മുടെ പാറ്റി ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ബർഗർ ബണ്ണ് നടുവേ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ആ പാറ്റി ഉണ്ടാക്കി അതേ പാനിൽ വെച്ചിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക. അതിൻ്റെ ഉള്ളിൽ മാത്രം കേട്ടോ. ഒന്ന് ടോസ്റ്റ് ചെയ്ത് എടുത്തതിന് ശേഷം നമ്മൾ രണ്ട് വശവും ചെയ്യണം. അങ്ങനെ ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ പാറ്റി ഉണ്ടല്ലോ അത് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ചീസ് വെച്ച് കൊടുക്കുക. നമ്മുടെ ചീസ് ഒന്ന് മെൽറ്റാക്കണ്ടേ. അപ്പം എയർ ഫ്രയറിൽ ഉള്ളവർ അങ്ങനെ ചെയ്താൽ മതി. ഞാനിപ്പോൾ എല്ലാവർക്കും ചെയ്യാനുള്ള എളുപ്പത്തിനാണ് പാനിൽ തന്നെ കാണിക്കുന്നത് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ഒന്ന് മൂടി വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് മെൽറ്റായി വരും. ഇനി നമ്മുടെ ബർഗർ ബണ്ണിലേക്ക് ആദ്യമേ മയോണൈസ്, ഇത് ഹോം മെയ്ഡ് മയോണൈസ് ആണ് കേട്ടോ. അതിൻ്റെ മേളിൽ കുറച്ച് ക്യാബേജ് സ്ലൈസസും പിന്നെ എന്താ പറയുക നമ്മുടെ അണിയനുമാണ് ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് വെക്കാം, ലെറ്റ്യൂസൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചീസ് നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇതെടുത്ത് നമ്മുടെ ബർഗർ ബണ്ണിൻ്റെ ഒരു സ്ലൈസിലേക്ക് വെക്കുക. മറ്റേ സ്ലൈസിൽ ഞാൻ കുറച്ച് മയോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ മയോയ്ക്കകത്തേക്ക് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും കൂടെ മിക്സ് ചെയ്തിട്ട് തേക്കുകയാണെങ്കിൽ നമ്മുടെ റെഡ് സോസ് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ ബർഗർ ഇവിടെ റെഡി. എത്ര എളുപ്പമാണല്ലേ ബർഗർ ഉണ്ടാക്കാൻ. അപ്പോൾ ഈ ബർഗർ ബണ്ണ് ഞാൻ വാങ്ങിയതാണ്, പക്ഷേ നമുക്ക് ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കാൻ പറ്റും കേട്ടോ ഈ ബർഗർ ബണ്ണും. അപ്പോൾ അതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ നിങ്ങൾ പറയുക. അതുപോലെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സജഷൻസൊക്കെ പറയുക. അപ്പോൾ ഇത് ഉറപ്പായിട്ടും ഉണ്ടാക്കി നോക്കണം. നല്ല യമ്മി ആൻഡ് ടേസ്റ്റിയാണ് കേട്ടോ. അപ്പം ലവ് യു, ടേക്ക് കെയർ ആൻഡ് ബൈ.